സാറേ, എന്തു ചേട്ടാ? സാറേ, ഇന്ന് പോവാൻ പറ്റുന്ന കാര്യം സംശയമാ. ഇന്നലെ രാത്രി 1:30 കഴിഞ്ഞപ്പോഴേ എന്തൊരു മഴയായിരുന്നു. ഇടിയും കാറ്റും എല്ലാം കൂടി വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. കിഴക്കൻ മലയിൽ ഉരുൾപൊട്ടി. ചെറിയ ഉരുൾപൊട്ടല, എങ്കിലും റോഡ് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞു പോയി. സാറിനറിയാലോ, ആകെ ഒരു റോഡാ ഇങ്ങോട്ടുള്ളത്. ഇനിയിപ്പോൾ സാറിന് വീട്ടിലെത്തണമെങ്കിൽ ആ റോഡ് നേരെ ആവണം. അല്ലാതെ ഇവിടുന്ന് പോകാൻ വേറെ വഴിയൊന്നുമില്ലേ? ഇല്ല സാർ, ആകെ കൂടി ആ ഒരു റോഡേ ഉള്ളൂ. കുറച്ച് മുകളിലോട്ട് എന്ന ഒരു കാട്ടുപാതയുണ്ട്, പക്ഷെ അവിടെയൊക്കെ മരം വീണ് കിടക്കുകയാ. ഇനി ആ റോഡ് ശരിയാവത്തില്ലേ? പട്ടാളക്കാർ വരുമെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ അവർ താൽക്കാലിക പാലമോ മറ്റോ നിർമ്മിച്ച് വണ്ടി കടത്തിവിടും. എന്തായാലും ഉച്ചവരെ പോക്കൊന്നും നടക്കത്തില്ല. ഞാനാണെങ്കിൽ അവളോട് ഒരുങ്ങാനും പറഞ്ഞു. എന്തായാലും ഉടനെ പോകാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയിപ്പോ അവളോട് എന്ത് പറയുന്ന ഞാൻ ആലോചിക്കുന്നത്? ഇത്തരം യാത്രകളിൽ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം, പ്രത്യേകിച്ച് മഴ സമയമാകുമ്പോൾ. നീ റെഡിയായോ? ആ, പോവാം. അയ്യോടി, ഇപ്പൊ പോവാൻ പറ്റത്തില്ല. എന്തു പറ്റി? ആ റോഡ് ബ്ലോക്കാണ്. ഇന്നലത്തെ മഴയില് ഉരുൾപൊട്ടലുണ്ടായി. റോഡിന്റെ കുറച്ചു ഭാഗം തകർന്നു പോയി. അയ്യോ, എന്തൊക്കെയാ നീ പറയുന്നേ? ഇപ്പൊ അതിലെ പോവാൻ പറ്റത്തില്ലെന്ന് ചേട്ടൻ പറയുന്നേ. അയാൾ പോയി നോക്കിട്ട് വന്നതാ. ഇനിയിപ്പൊ എന്ത് ചെയ്യൂടാ? ഇവിടെ അടുത്തുള്ള സ്റ്റേഷനെ വിളിക്കാന്ന് വെച്ചാ അവരെ സംശയിക്കും ഞാൻ ഇവിടെ എന്തിനാ വന്ന് താമസിച്ചെന്ന്. ഇതിപ്പോ ആകെ പെട്ടുപോയല്ലോ. ഞാനും ഇതറിഞ്ഞപ്പോ ആകെ അപ്സെറ്റ് ആയി പോയി. എടാ, ഇവിടുന്ന് പുറത്ത് കടക്കാൻ വേറെ ഒരു വഴിയില്ലേ? ഇല്ലെന്നാ അയാൾ പറഞ്ഞത്. അല്ലെങ്കിൽ പോയി നോക്കണം. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. റൂം വെക്കറ്റ് ചെയ്തിട്ട് പോണോ, അതോ ഇനിയിപ്പോ തിരിച്ചു വരേണ്ടി വന്നാലോ? കാര്യം അയാളോട് പറഞ്ഞിട്ട് പോവാം. അയാൾക്കറിയാലോ റോഡ് ബ്ലോക്കാന്ന്. അതറിയാം. എടാ, പെട്ടെന്നൊന്ന് റോഡ് ശരിയാവത്തില്ലേ? ദേ, ഇന്ന് നമ്മളിവിടെ കുടുങ്ങിപ്പോയാ പിന്നെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ഇത് വലിയ പ്രശ്നമാവും. എടി, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നീ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റ് ചായ ഇട്ടോണ്ട് വന്ന് നിന്നെ ഉണർത്തിയത്. രാവിലെ 6 മണിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും 7 മണിക്കെങ്കിലും പോവാലോ എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്തേ. ഇപ്പതേ സമയം 6:45 ആയിട്ടുള്ളൂ. ഇപ്പൊ തിരിച്ചാ എന്തായാലും ഒരു 9 മണിക്ക് മുമ്പ് നമുക്ക് അവിടെ എത്താം. പക്ഷെ പോവാൻ പറ്റുന്ന അവസ്ഥ അല്ലല്ലോ. നീ വാ. അയാളങ്ങനെ പറഞ്ഞെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ പെട്ടെന്ന് റെഡിയായി വരാം. ചേട്ടാ, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലേ? അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ റോഡ് ബ്ലോക്കാ. ഇതിനിപ്പം എപ്പോൾ ശരിയാവും ചേട്ടാ? അതൊന്നും അറിയില്ല. കിഴക്കൻ മലയിൽ നിന്നും ഉരുളുപൊട്ടി വന്നതാ, റോഡ് പൊളിഞ്ഞു പോയി. ചേട്ടാ, വേറെ വല്ല റൂട്ടും ഉണ്ടോ ഇവിടെ നിന്ന് പുറത്തു കിടക്കാൻ? ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അവിടെ തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട്. താൽക്കാലിക പാലം ഉണ്ടാക്കി വണ്ടികൾ കടത്തിവിടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് സമയമെടുക്കും. ഒരു ഊരാക്കുടുക്കിലാണല്ലോടാ നമ്മൾ പെട്ടത്. വീട്ടുകാരോട് പറയാൻ വന്നതിന്റെ ഒരു ടെൻഷനാ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തത്, ഇന്ന് എടുത്തിട്ടില്ല. ഇന്ന് എന്തായാലും നിനക്ക് പോകാൻ പറ്റില്ല. ഒന്ന് വിളിച്ചു പറ. നീ കാരണം എന്റെ ജോലി പോവെന്നാ തോന്നുന്നേ. എടീ, ജോലി പോയാൽ നിനക്ക് എന്താ കുഴപ്പം?
ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നേടിയ ജോലിയാ. ഇടിയും അങ്ങനെ പേടിക്കണ്ട. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ഞാൻ മുത്തശ്ശനെ കൊണ്ട് പറയിച്ചോളാം. അല്ലെങ്കിൽ നീ ഒന്ന് മുത്തശ്ശനെ വിളിച്ചാലും മതി. ഞാൻ എങ്ങനെയാടാ വിളിക്കുന്നേ? അവന്തികയുടെ നിന്റെ നിശ്ചയം മുടങ്ങിയതില് നല്ലൊരു പങ്ക് എനിക്കുണ്ടെന്നല്ലേ അവരെല്ലാം പറയുന്നേ. അങ്ങനെ മുത്തശ്ശനൊന്നും പറയത്തില്ല. അങ്ങനെ പറയുന്നത് അവന്തിക അവളുടെ അമ്മയും പിന്നെ നവ്യേച്ചിയും എന്റെ അമ്മയൊക്കെയാ. ഞാനടുത്തേക്ക് ഇപ്പൊ നമുക്ക് നല്ല സപ്പോർട്ടാ. നവീനേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തോണ്ട് ഇനിയിപ്പൊ നയനേച്ചി ആദർശേട്ടനൊന്നും നമ്മുടെ കൂടെ നിക്കത്തില്ലടാ. അതാ ഇപ്പൊ ഏറ്റവും വലിയ പാരയായിരിക്കുന്നേ. അല്ല, ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇവിടെ നിൽക്കണോ അതോ ഗസ്റ്റ് ഹൗസിലേക്ക് പോണോ? ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ആ സെക്യൂരിറ്റി പറഞ്ഞതാ പോണ്ടാന്ന്. എന്നാ പിന്നെ പോവാം. പോയ പോലെ വരുന്നുണ്ട്. ഇവനോടൊന്നും പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എന്തായി സാറേ? പോകുന്ന വഴിയിൽ ആൾക്കാർ തടഞ്ഞു. മുന്നോട്ട് വണ്ടി പോകത്തില്ല എന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ സാറേ ഞാനും പറഞ്ഞത്. അല്ലേട്ടാ, ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ലല്ലേ? അകത്ത് ലാൻഡ് ഫോൺ ഉണ്ട്. ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിളിച്ചോ. നമുക്ക് രാകേഷിനെ വിഘ്നേഷിനെ വിളിക്കാം. അവന്മാരെ വിളിച്ചിട്ട് അവന്മാര് വരട്ടെ. നമ്മളെല്ലാരും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറയാലോ. എടാ, അവന്മാരെങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? ഇങ്ങോട്ട് വരണ്ട. നമ്മൾ ഇവിടുന്ന് അപ്പുറത്തെത്തുമ്പോ അവന്മാര് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നാ മതി. സാറേ, ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം റോഡ് ശരിയാവും. ഇനി വൈകുന്നേരം ആവുമ്പോൾ മഴയും മണ്ണിടിച്ചിലും ഒക്കെ ആവും. അപ്പൊ പിന്നെ നാളെ രാവിലെ പോകുന്നതായിരിക്കും നല്ലത്. ചേട്ടാ, ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ ഇവിടേക്ക് വന്നേ. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇവിടെ വന്നില്ലേ? അത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. ഇന്നലെ ഉരുള് പൊട്ടിയ സമയത്താണ് നിങ്ങൾ അതുവഴി വന്നിരുന്നെങ്കിൽ നിങ്ങളെ പൊടി പോലും കിട്ടത്തില്ലായിരുന്നു. ആയുസ്സിന് ബലമുണ്ടെന്ന് പറ സാറേ. അത് ചേട്ടൻ പറഞ്ഞോ ശരിയാ. ഞങ്ങള് വന്ന സമയത്ത് അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കില്. സംഭവിച്ചെങ്കിലെന്താ, ഒന്നിച്ച് നമുക്ക് അങ്ങ് പോവായിരുന്നു. അത്രയ്ക്ക് തീവ്രമായ പ്രേമമാണല്ലേ സാറേ? ചേട്ടാ, കൂടുതൽ ചിന്തിച്ച് ബുദ്ധി വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അവൾ ആരാണെന്ന് ചേട്ടൻ അറിയോ? സാറ് പ്രേമിക്കുന്ന പെൺകുട്ടിയാണെന്ന് അറിയാം. തൽക്കാലം അത്ര അറിഞ്ഞാ മതി. അല്ല, ഇവിടെ അടുത്താണോ പോലീസ് സ്റ്റേഷൻ? ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. എന്താ സാറേ? ഒന്നുമില്ല. പോലീസ് സ്റ്റേഷൻ അടുത്താണെങ്കിൽ ചേട്ടൻ ഓവർ സ്മാർട്ട് ആവാത്തേ നല്ലത് കേട്ടോ. ഹലോ. എടാ, ഞാൻ അനിയ. പറയടാ. എടാ, ഞാനും നന്ദു ഒന്ന് പൊന്മുടിക്ക് വന്നതാ. ഇവിടെ കുടുങ്ങിപ്പോയടാ. ഇവിടെ ആണെങ്കിൽ റോഡാണെങ്കിൽ മൊത്തം ബ്ലോക്കാ. തിരിച്ചു വരാൻ പറ്റുന്നില്ല. അല്ല, രാവിലെ തന്നെ പൊന്മുടിക്ക് പോയോ? രാവിലെ അല്ലടാ, ഇന്നലെ വന്നതാ. ശരി ശരി. എടാ, നീ രാകേഷിനെ കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് പൊന്മുടിക്ക് അടുത്തേക്ക് വരണം. റോഡ് ശരിയായ നിങ്ങൾ നിൽക്കുന്ന സ്പോട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കോളാം. എടാ, ഞങ്ങൾക്ക് ജോലി തിരക്കുണ്ടടാ, എനിക്കും രാകേഷിനും. എടാ, ഞങ്ങൾ പെട്ടുപോയതുകൊണ്ടാടാ. എടാ, സീരിയസ് ആണെന്ന് മനസ്സിലാക്ക. ഞങ്ങൾ ഇവിടെ ആകെ കുടുങ്ങി കിടക്കുക. ശരി, എന്തെങ്കിലും ഉടനെ ചെയ്യാം. നിങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പുറപ്പെടാൻ നോക്ക്. ശരിടാ. അവന്മാര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇപ്പൊ പുറത്തു കിടക്കാൻ പറ്റുമോ? ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിലെ വിവരം അറിയിക്കാന്ന് വെച്ചാ പിന്നെ
പോലീസുകാർക്ക് സംശയം തോന്നും. ഇപ്പൊ തന്നെ പുറത്ത് നിൽക്കുന്ന ആള് വശമില്ലാതെയാ നോക്കുന്നെ. നമ്മള് രണ്ടാളും ഇന്നലെ 2 മുറിയിലെ കിടന്ന് ഉറങ്ങിയെന്ന് പോലും അയാൾക്ക് അറിയില്ല. ഇവിടെ മിക്കപ്പോഴും ഇങ്ങനെ ആണും പെണ്ണും വരാറുള്ളതാ. ആ കണ്ണോട് അയാൾ നോക്കുന്നേ. അല്ല, എന്തെങ്കിലും വശമില്ലാതെ സംസാരിക്കുകയാണെങ്കിലേ നീ സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ആയി വരുവാണെങ്കിൽ അയാളെ തൂക്കിയെടുത്ത് അകത്തിട്ട് 2 പൊട്ടിച്ചാൽ മതി. അതിന് അയാള് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഞാൻ SI ആണെന്ന് അയാൾക്ക് അറിഞ്ഞും കൂടെ. ശരിയാ, അതങ്ങ് പറഞ്ഞാ മതിയായിരുന്നു. എന്നാലേ അയാൾ നിന്നെ സാല്യൂട്ട് അടിച്ചാനെ. നിന്റെ വളിച്ച കോമഡി ഒന്നും കേട്ട് ചിരിക്കാനുള്ള സമയമൊന്നുമല്ലത്. ഇതുപോലൊരു കെണിയിൽ ഞാൻ ഇന്ന് വരെ പെട്ടിട്ടില്ല. ഇവിടുന്ന് രക്ഷപ്പെട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്താൽ ഇന്നലത്തെ രാത്രി സുഖമുള്ളൊരു ഓർമ്മയായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത്തരം ഓർമ്മകൾക്ക് വേണ്ടി ദേ ഇനി എന്നെ ഇതുപോലെ എങ്ങോട്ടോ ക്ഷണിക്കരുത്. ഞാൻ വരില്ല. നീ വരും. ഞാൻ വാശി പിടിച്ചാ നിനക്ക് വന്നേ പറ്റൂ. എടാ, എനിക്ക് ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്തേ പറ്റൂ. ഒന്നാമത് നീയും അവിടെ ഇല്ല, ഞാനും ഇല്ല. ആ നവീനേട്ടൻ പ്രപ്പോസലുമായിട്ട് അങ്ങോട്ട് പോയതുകൊണ്ടേ നമ്മള് രണ്ടാളും കൂടി മുങ്ങിയതാണെന്ന് ഉറപ്പായിട്ടും എല്ലാവരും വിചാരിക്കും. അതൊഴിവാക്കാനല്ലേ വിഘ്നേഷിനോട് രാകേഷിനോട് വരാൻ പറഞ്ഞത്. എടാ, അവന്മാര് ഏത് കാര്യത്തിനും നമുക്ക് സപ്പോർട്ടാണെന്ന് എന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം, ചേച്ചിക്കും അറിയാം. അതുകൊണ്ട് ഒന്നും വിശ്വസിക്കില്ല. എന്നാലും ഒരു രക്ഷയ്ക്ക് അതല്ലാതെ വേറൊരു നിവൃത്തി ഇപ്പൊ ഇല്ല. പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. എന്ത്? അതൊക്കെ അമര് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നീ വാ. ചേട്ടാ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വെക്കാത്തതാണ്. ദോശ ചുട്ടു വെച്ചിട്ടുണ്ട്, ചമ്മന്തിയുണ്ട്. പിന്നെ വേണമെങ്കിൽ ഓംലെറ്റ് വേണമെങ്കിൽ പെട്ടെന്ന് അടിക്കാം. എന്നാ പെട്ടെന്നാവട്ടെ. നല്ല വിശപ്പുണ്ട്. ടെൻഷൻ വന്നാ എനിക്ക് വിശപ്പ് കൂടും. ശരി. നമ്മളിവിടെ കുടുങ്ങിപ്പോയെന്ന് അറിഞ്ഞപ്പോ മുതല് അയാളുടെ ഒരു അർത്ഥം വെച്ച നോട്ടം ഉണ്ട്. എന്തേലും ടിപ്പ് കാര്യമായിട്ട് കൊടുക്കാന്ന് വിചാരിച്ചതാ. ഇതിപ്പോ അയാള് തന്നെ അയാൾക്കുള്ളത് ഇല്ലാതാക്കും. വീട്ടുകാരുടെ സമ്മതം ഇല്ലാത്തതുകൊണ്ട് ഇനി നമ്മുടെ കല്യാണത്തിന് ഇതുപോലെ എന്തെല്ലാം കള്ളക്കളി കളിക്കേണ്ടി വരുമെന്ന് ഞാൻ ആലോചിക്കുന്നേ. എടി, നമുക്കേ നമ്മുടെ വിവാഹം ഒന്ന് രജിസ്റ്റർ ചെയ്താലോ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്തോ കുഴപ്പം? എടാ, അതിന് നിന്റെ ഡിവോഴ്സ് കഴിഞ്ഞോ? അതിനു മുൻപ് നിശ്ചയം നടത്തുന്ന പോലും തെറ്റാ. അങ്ങനെയുള്ളപ്പോ കല്യാണം നടത്തിയാലേ നമ്മൾ അകത്താവും. പ്രത്യേകിച്ച് നീ. എന്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാ ഞാൻ പറഞ്ഞ കാര്യം നടക്കോ? നടക്കില്ല. അതിന് ഞാൻ നിക്കില്ല. നിനക്കേ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വരാൻ നോക്ക്. മോളെ, നന്ദു പിന്നെ വിളിക്കാൻ മറ്റു ചെയ്തായിരുന്നോ? ഇല്ലമ്മേ, അനിയും നന്ദുവും കൂടി എങ്ങോട്ട് പോയതാന്നാ ഞങ്ങക്ക് തോന്നുന്നേ. അതിനുള്ള സാധ്യത കൂടുതലാ മോളെ. അനി നിശ്ചയത്തിന്റെ അന്ന് ആരുടെ മുഖം നോക്കാതെ സംസാരിച്ചത്, മുത്തശ്ശന്റെ പോലും. അത്രയ്ക്ക് അവന് നന്ദുവിനെ ഇഷ്ടാ. അതുപോലെ തന്നെയായിരിക്കും തിരിച്ചു. അതുപോലെ തന്നെ ആയിരിക്കും നല്ലമ്മേ. അങ്ങനെയാണ്. അത്രയ്ക്ക് അവന് നന്ദുവിനെ ഇഷ്ടാ. അതുപോലെ തന്നെയായിരിക്കും തിരിച്ചു. അതുപോലെ തന്നെ ആയിരിക്കും നല്ലമ്മേ. അങ്ങനെയാണ്. അനിയുടെ കാര്യം പറയുമ്പോൾ നന്ദുവിന്റെ മുഖത്തുണ്ടാവുന്ന മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാ. അതുപോലെ തന്നെ നവീനുമായിട്ടുള്ള ആലോചന അവൾ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതവൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവള് വീട്ടിലേക്ക് പോയേനെ. അതിനു പകരം ജോലിക്ക് പോലും പോവാതെ കറങ്ങി നടക്കുക. ഇനിയിപ്പോ ഇതൊരു വിവാദമാക്കാനൊന്നും ഞാനില്ല. ഇളയമ്മയുടെ സ്റ്റാൻഡ് എന്തായാലും വ്യക്തമായി കഴിഞ്ഞു. എങ്കിലും അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവർക്ക് മറ്റ് ബന്ധങ്ങൾ ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. മോനെ, ജാനകി ഇക്കാര്യത്തിൽ കർശന നിലപാട് എടുത്തിരിക്കുന്നത്. അതത്രയ്ക്ക് സിമ്പിളായിട്ടൊന്നും കാണാൻ കഴിയില്ല ആദർശേ. അമ്മയെ കൊന്നിട്ട് എന്തായാലും
അനി നന്ദുവിനെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് പരസ്പരം ഇഷ്ടത്തിലാണെങ്കിൽ മിക്കവാറും അവരുടെ കല്യാണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരാ? പരിചയമില്ലാത്ത നമ്പറാ. ഹലോ, നന്ദു ചേച്ചി. നീ ഇത് എവിടെയാ മോളെ? അത് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരിടത്ത് പെട്ടുപോയി ചേച്ചി. ശക്തമായ മഴ കാരണം റോഡ് ബ്ലോക്കാ. നിങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആരൊക്കെയാ? എല്ലാവരും ഉണ്ട്. എല്ലാരും എന്ന് പറഞ്ഞാ അനിയുണ്ടോ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ചേച്ചി. ഹലോ നന്ദു. അനി ഉണ്ടെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, അതൊക്കെ വന്നിട്ട് പറയാന്നാ പറയുന്നത്. നീ ആ നമ്പർ ഒന്ന് കാണിച്ചേ. അല്ല, ഇത് പൊന്മുടിയാണല്ലോ. അപ്പൊ അവിടേക്കാ രണ്ടാളും പോയിരിക്കുന്നത്. ഫ്രണ്ട്സ് ഉണ്ടെന്നാ പറഞ്ഞേ. ആ രാകേഷിനെ വിഘ്നേഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി അവരെല്ലാരും കൂടി ഒരിടത്ത് ഒത്തുകൂടിയതായിരിക്കോ? നന്ദുവിന് വീട്ടിൽ നിന്ന് പോകാനായിട്ട് അവളുടെ അച്ഛനും അമ്മയും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇവിടെ നിശ്ചയം മുടങ്ങിയതിന്റെ പേരിൽ എന്തിനാ മോളെ നിന്റെ അച്ഛനും അമ്മയും നന്ദുവിന് വഴക്ക് പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവൾ പിണങ്ങിപ്പോയത്? നന്ദു അനിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് മിക്കവർക്കും അറിയാം. പക്ഷേ നവീൻ അത് അറിയത്തില്ല. അറിയില്ലായിരിക്കും. അതുകൊണ്ടല്ലേ നന്ദുവിന്റെ അടുത്തേക്കും എന്റെ വീട്ടിലേക്കും ഒക്കെ നവീൻ ആലോചനയായിട്ട് പോയത്. എന്തായാലും നവീന്റെ ആലോചന വളരെ നല്ലതായിരുന്നു. നന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് വളരെ സേഫാ. നവീന്റെ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിലും അവർക്ക് ഒരു മകനല്ലേ ഉള്ളൂ മോളെ. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മരുമകളെ മകളായി കണ്ട് അവർ സ്നേഹിച്ചേനെ. എനിക്ക് പത്മത്തെ അറിയാവുന്നതാണല്ലോ. എന്തായാലും ആരോടും പറയാതെ അനിയും നന്ദും പൊന്മുടി പോയെങ്കിൽ അത്തരം യാത്രകളൊന്നും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ആരോടും പറയാതെ അനിയും നന്ദും പൊന്മുടി പോയെങ്കിൽ അത്തരം യാത്രകളൊന്നും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. അനി കൂടെയുണ്ട്. അല്ലെങ്കിൽ അനി ഉണ്ടോന്ന് ചോദിച്ചപ്പോ അവക്കില്ലെന്ന് പറയായിരുന്നല്ലോ. കാണും, അല്ലാതെ അവൻ എവിടെ പോനെ? രണ്ടാളും കൂടെ മഴയത്തെ പൊന്മുടി കാണാൻ പോയിരിക്കുക. മൊബൈലിലെ നമ്പർ ചെന്നതുകൊണ്ടേ ഇങ്ങോട്ടേക്ക് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ തന്നെ എടുക്കണം. അയ്യോ, ഞാൻ എടുത്താലൊന്നും ശരിയാവത്തില്ല. അതെ, സെക്യൂരിറ്റി ചേട്ടൻ വരുന്നുണ്ട്. അയാളോടെ നമ്മുടെ കാര്യം ആരെങ്കിലും വിളിച്ച് തിരക്കിയാൽ എന്ത് പറയണം നീ തന്നെ പറഞ്ഞു കൊടുക്ക. ചേട്ടാ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സും ഉണ്ടെന്ന് ചേട്ടൻ പറയണം. അതെന്ത് വേണമെങ്കിലും പറഞ്ഞോളാം സാറേ. പോകുമ്പോ കാണേണ്ട രീതിയിൽ തന്നെ ചേട്ടനെ കണ്ടോളാം. ഓ, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ആ, എടുക്ക്. ഹലോ, ആരാ? ഇത് ഏതാ സ്ഥലം? ഇത് സ്പീക്കറിൽ സംസാരിച്ചു. ഇത് പൊന്മുടിയാണ്. നിങ്ങൾ ആരാ? ഞാനിവിടെ ഗസ്റ്റ് ഹൗസിന്റെ നോട്ടക്കാരനാ. അവിടെ ആരെങ്കിലും ഇന്നലെ ഗ്രൂപ്പായിട്ട് വന്ന് റൂം എടുത്തിരുന്നോ? അത് പിന്നെ കുറച്ച് പിള്ളേർ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. എത്ര പേരുണ്ടായിരുന്നു? ഒരു 4-5 പേരുണ്ട് സാറേ. കൂട്ടത്തില് അനിരുദ്ധ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നോ? ആരുടെയും പേരൊന്നും ഞാൻ ചോദിച്ചില്ല സാറേ. ഇവിടെ വഴിയൊക്കെ ബ്ലോക്കാ. അതുകൊണ്ടാ ഇവിടെ തങ്ങുന്നതേ. അവര് ഉടനെ പുറപ്പെടുമായിരിക്കും. ഓക്കെ. ഓ, ശരി സാറേ. ചേട്ടാ, ഇനി വിളിക്കുകയാണെങ്കിൽ ഒരു രാകേഷ് മുറി ബുക്ക് ചെയ്തെന്ന് വേണം പറയാൻ. ശരി സാർ.
ഞാൻ ഇവളും തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ തലവേദനകൾ ഞങ്ങൾക്കിടയിലേക്ക് വന്നോണ്ടിരിക്കുക. നയന തറപ്പിച്ച് പറയുക നന്ദുവിന് അനിയെ തന്നെ ഇഷ്ടമാണെന്ന്. എങ്കി അവളത് അവളുടെ അച്ഛനോടും അമ്മയോടും പറയട്ടെ, എല്ലാരെയും അറിയിക്കട്ടെ. നവീനോടും അവളത് പറഞ്ഞോട്ടെ. എന്നാലല്ലേ നമുക്ക് അതിനൊപ്പം നിൽക്കാൻ പറ്റൂ. ഗോവിന്ദേട്ടാ, ഇനിയിപ്പോ ഇതിലും നല്ലൊരു ആലോചന നമ്മുടെ മോക്ക് വരില്ല. പയ്യനെ പറ്റി നമുക്കിനി ആലോചിക്കാനൊന്നുമില്ല. അവളുമായിട്ട് ഒത്തുപോകുന്നുള്ള കാര്യം ഉറപ്പാ.